നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മൾ 2024 ഇലക്ഷൻ പ്രോസസ്സിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോളിംഗ് ഓഫീസർ 1, 2 and 3 ഇവരുടെ ചുമതലകളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഏവർക്കും ക്ലാസ്സുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വീഡിയോ നിങ്ങളെ ഒന്നും കൂടെ സഹായിക്കുമെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഇലക്ഷൻ വളരെ സ്മൂത്തായും സന്തോഷകരമായും നടക്കണമെങ്കിൽ ആ ഇലക്ഷൻ ടീം എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അവരവർക്ക് ഏൽപ്പിച്ച ജോലികൾ സന്തോഷകരമായി ചെയ്യുകയും കൂടെ എത്ര ടെൻഷൻസ് ഉണ്ടായാലും ഏറ്റവും സന്തോഷകരമായി പ്രിസൈഡിംഗ് ഓഫീസറുടെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസറിനേക്കാളും കൂടുതൽ ശ്രദ്ധ വേണ്ടത് പോളിംഗ് ഓഫീസർ 1, 2 and 3 പ്രിസൈഡിംഗ് ഓഫീസർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമെങ്കിലും ഈ 3 ഉദ്യോഗസ്ഥരും കൃത്യമായി നിരീക്ഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഒന്നാം പോളിംഗ് ഓഫീസറാണ് മാർക്കഡ് കോപ്പി നോക്കി സീരിയൽ നമ്പരും പേരും ഉച്ചത്തിൽ വിളിക്കുന്നത്. മാർക്കഡ് കോപ്പി സൂക്ഷിക്കേണ്ടത് പോളിംഗ് ഓഫീസർ 1 ആണ്. പോളിംഗ് സ്റ്റേഷനിലെത്തുന്ന വോട്ടർമാരെ തിരിച്ചറിയൽ കാർഡ് നോക്കി തിരിച്ചറിയേണ്ടതും പോളിംഗ് ഓഫീസർ 1 ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോ പതിച്ച ID കാർഡ് വോട്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് അതിനുശേഷം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ക്രമനമ്പരും സമ്മതിദായകന്റെ മറ്റു വിവരങ്ങളും ഉറക്കെ വിളിച്ച് പറയേണ്ടതാണ്. അതിനുശേഷം തന്റെ കയ്യിലിരിക്കുന്ന മാർക്കഡ് കോപ്പിയിലെ സമ്മതിദായകന്റെ വിവരങ്ങൾ അടങ്ങിയ ബോക്സിൽ ഡയഗണലായി വരയ്ക്കുകയും വനിതകളാണെങ്കിൽ ക്രമനമ്പറിന് ചുറ്റും ഒരു ചുമന്ന വൃത്തവും വരയ്ക്കേണ്ടതാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ ഒരു നക്ഷത്ര ചിഹ്നവും അടയാളപ്പെടുത്തേണ്ടതാണ്. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ T എന്ന് മാർക്ക് ചെയ്താലും മതിയാകും. വോട്ടിങ്ങിനിടയ്ക്ക് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പലപ്പോഴും അതുവരെ ചെയ്ത വോട്ടുകളുടെ എണ്ണം റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതുപോലെ ഒരു ഷീറ്റ് നിങ്ങൾക്ക് കയ്യിൽ കരുതാം. ഇതിപ്പോൾ ധാരാളമായി ഇൻ്റർനെറ്റിലും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലും അവൈലബിൾ ആണ്. ഇതിൽ ഫീമെയിൽ വോട്ടേഴ്സ് വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഈ നമ്പറുകൾ ഓരോന്നായി വെട്ടുകയും അങ്ങനെയാണെങ്കിൽ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ 2 മണിക്കൂർ ഇടവിട്ടും എത്ര മെയിലും ഫീമെയിലും വോട്ട് ചെയ്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ടോട്ടൽ വോട്ടുകളിൽ നിന്ന് ഈ ഷീറ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഫീമെയിൽ വോട്ടുകളെ കുറച്ച് കഴിഞ്ഞാൽ ആകെയുള്ള മെയിൽ വോട്ടുകളും കിട്ടും. ഈ ഷീറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫീമെയിൽ വോട്ടുകളുടെ എണ്ണവും മനസ്സിലാക്കാനും സാധിക്കും. വോട്ടേഴ്സ് രജിസ്റ്ററിലുള്ള ചെറിയ ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്, നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാം പോളിംഗ് ഓഫീസറാണ് ഫോം 17A സൂക്ഷിപ്പുകാരൻ. ഫോം 17A ഒക്കെ കളക്ഷൻ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് തരും. ഫോം 17A മറ്റൊരു പേരാണ് രജിസ്റ്റർ ഓഫ് വോട്ട്സ്. ആദ്യത്തെ വോട്ടറുടെ പേര് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ എഴുതുന്നതിന് മുമ്പ് ടോട്ടൽ വോട്ട്സ് പോൾഡ് 0 ആണെന്നുള്ള കാര്യം രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ ആദ്യ പേജിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എഴുതി പ്രിസൈഡിംഗ് ഓഫീസർ, ഒന്നാം പോളിംഗ് ഓഫീസർ എന്നിവർ ഒപ്പിടണം. രജിസ്റ്റർ ഓഫ് വോട്ട്സ് തയ്യാറാക്കി സൂക്ഷിക്കുന്നതിനുള്ള ചുമതല രണ്ടാം പോളിംഗ് ഓഫീസർക്കാണല്ലോ. രജിസ്റ്റർ ഓഫ് വോട്ട്സിലെ 2ാം കോളത്തിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വിളിച്ചു പറയുന്ന വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ എഴുതണം. 2ാം കോളത്തിലാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വിളിച്ചു പറയുന്ന വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ എഴുതേണ്ടത്. 3ാം കോളത്തിൽ വോട്ടർ കൊണ്ടുവരുന്ന തിരിച്ചറിയൽ രേഖ ഏതാണെന്നതിൻ്റെ ചുരുക്കെഴുത്തും നമ്പറിൻ്റെ അവസാന 4 അക്കവും എഴുതണം. ട്രെയിനിങ് ക്ലാസ്സുകളിൽ പലയിടത്തും അവസാന 4 അക്കം എഴുതണമോ വേണ്ടായോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് എഴുതിയാൽ യാതൊരു പ്രശ്നവുമില്ല. ഉദാഹരണത്തിന് പാസ്പോർട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ PP, ആ പാസ്പോർട്ടിൻ്റെ അവസാനത്തെ 4 അക്ക നമ്പർ. ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ DL, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അവസാന 4 അക്ക നമ്പർ. ഇനി അതല്ല ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡാണെങ്കിൽ EPIC എന്നെഴുതണം. ആധാർ ആണെങ്കിൽ ആധാർ എന്ന് എഴുതുക. EPIC എന്ന് എഴുതിയില്ലെങ്കിൽ EP എന്ന് മാത്രം എഴുതിയാലും മതി. 4ാം കോളത്തിൽ വോട്ടറുടെ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം വാങ്ങണം. ഒപ്പിടുന്നതിനോ വിരലടയാളം പതിക്കുന്നതിനോ രജിസ്റ്റർ തിരിച്ചു വെച്ച് കൊടുക്കേണ്ടതില്ല. വോട്ടർ എങ്ങനെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ ഒപ്പിടാം. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ഓഫ് വോട്ട്സിൽ നമ്മൾ നോക്കുമ്പോൾ ഒപ്പ് തലതിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതൊരു ബുദ്ധിമുട്ടാകുന്നില്ല. വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിൽ നഖം മുതൽ കീഴോട്ട് വിരലിൻ്റെ ആദ്യ മടക്ക് വരെ മഷി പുരട്ടുക. മഷി പുരട്ടുമ്പോൾ വോട്ടറുടെ വിരലിൽ തുടരുത്. വോട്ടർക്ക് ഇടത് കൈയിൽ ചൂണ്ടുവിരലില്ലെങ്കിൽ ഇടത് കൈയിലെ നടുവിരലിലും, ആ വിരലില്ലെങ്കിൽ ഇടത് കൈയിലെ മോതിരവിരലിലും, മോതിരവിരലും ഇല്ലെങ്കിൽ ചെറുവിരലിലും, ചെറുവിരലില്ലെങ്കിൽ ഇടത് കൈയിലെ തള്ളവിരലിലും, അതുമില്ലെങ്കിൽ വലത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടണം. ചൂണ്ടുവിരലില്ലെങ്കിൽ ചൂണ്ടുവിരൽ മുതൽ ഉള്ള ഏതെങ്കിലും വിരലിൽ മഷി പുരട്ടണം. 2 കൈയിൽ ഒരു വിരലും ഇല്ലെങ്കിൽ ഇടത് കൈയുടെയോ വലത് കൈയുടെയോ
കീഴറ്റത്ത് മഷി പുരട്ടണം. മഷി പുരട്ടുമ്പോൾ ശ്രദ്ധിക്കുക, സാധാരണ വോട്ടർക്ക് ഇടത് കൈയിലെ ചൂണ്ടുവിരലാണ്. ഇനി ഒരു സഹായി വന്ന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് വലത് കൈയിലെ ചൂണ്ടുവിരലാണ് മഷി പുരട്ടേണ്ടത്. ഒരു പ്രോക്സി വോട്ടറാണ് വരുന്നതെങ്കിൽ ഇടത് കൈയിലെ നടുവിരലിലാണ് മഷി പുരട്ടേണ്ടത്. അവസാനം പറഞ്ഞ 2 കേസുകളും വിരളമായേ വരാറുള്ളൂ. പൊതുവെ സാധാരണ വോട്ടർക്ക് ഇടത് കൈയിലെ ചൂണ്ടുവിരലാണ് മഷി പുരട്ടേണ്ടത്. ഇതെല്ലാം 2ാം പോളിംഗ് ഉദ്യോഗസ്ഥൻ്റെ ചുമതലയാണ്. ഇനി ഏതെങ്കിലും വോട്ടർ കടന്നു വന്നതിന് ശേഷം ഞാൻ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ 2ാം പോളിംഗ് ഓഫീസർ രജിസ്റ്റർ ഓഫ് വോട്ട്സിൻ്റെ റിമാർക്കിൽ റെഫ്യൂസ്ഡ് വോട്ട് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. റെഫ്യൂസ്ഡ് ടു വോട്ട്. പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ ഒപ്പിടുകയും വേണ്ടതാണ്. ഇനി അഥവാ ഒപ്പിട്ടതിന് ശേഷമാണ് വോട്ടർ പറയുന്നത് ഞാൻ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ റിമാർക്സ് കോളത്തിൽ എഴുതുക റെഫ്യൂസ്ഡ് വോട്ട്, ലെഫ്റ്റ് ഔട്ട് വിത്തൗട്ട് വോട്ടിംഗ് എന്ന് എഴുതി സൂക്ഷിക്കുക. ഇതെല്ലാം 2ാം പോളിംഗ് ഉദ്യോഗസ്ഥനാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരുന്ന കേസുകളിൽ സീരിയൽ നമ്പറിലോ മറ്റ് കാര്യങ്ങളിലോ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. തീർന്നില്ല, ഇനിയുണ്ട് 2ാം പോളിംഗ് ഓഫീസർക്ക് ഡ്യൂട്ടി. വോട്ടേഴ്സ് സ്ലിപ്പ് നൽകണം. മഷി പുരട്ടിയ ശേഷമേ സ്ലിപ്പ് എഴുതി നൽകാവൂ. രജിസ്റ്റർ ഓഫ് വോട്ട്സിലെ ക്രമം അനുസരിച്ച് തന്നെ വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകണം. രജിസ്റ്റർ ഓഫ് വോട്ട്സിലെ കോളം നമ്പർ 1 സീരിയൽ നമ്പർ എഴുതുക. 2ാമത്തെ കോളത്തിൽ എലക്ടർ റോളിലെ സീരിയൽ നമ്പർ എഴുതുക. അതായത് 1ാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുമല്ലോ മാർക്കഡ് കോപ്പിയിലെ സീരിയൽ നമ്പർ, അതാണ് എഴുതേണ്ടത്. 2ാം പോളിംഗ് ഓഫീസർ ഇനിഷ്യലും നൽകണം. എന്നിട്ട് ഈ വോട്ടേഴ്സ് സ്ലിപ്പ് വോട്ടർക്ക് കൊടുക്കണമെന്നാണ്. 2ാം പോളിംഗ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് വോട്ടേഴ്സ് സ്ലിപ്പ് വാങ്ങി 3ാം പോളിംഗ് ഓഫീസറിൻ്റെ കയ്യിൽ വോട്ടർ തന്നെ വോട്ടേഴ്സ് സ്ലിപ്പ് കൊടുക്കണമെന്നാണ് നിയമം. നമുക്ക് വേണമെങ്കിൽ നേരിട്ട് 2ാം പോളിംഗ് ഓഫീസർ അപ്പുറത്തിരിക്കുന്ന 3ാം പോളിംഗ് ഓഫീസർക്ക് വോട്ടേഴ്സ് സ്ലിപ്പ് കൊടുക്കാൻ സാധിക്കും. 3ാം പോളിംഗ് ഓഫീസറിൻ്റെ ചുമതലയാണ് ഇനി പറയുന്നത്. 3ാം പോളിംഗ് ഓഫീസർ ഈ കിട്ടുന്ന വോട്ടേഴ്സ് സ്ലിപ്പ് വാങ്ങി ക്രമമായി അടുക്കി വെക്കണം. 50ൻ്റെയോ അല്ലെങ്കിൽ 100ൻ്റെയോ ബണ്ടിലാക്കി റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് റബ്ബർ ബാൻഡ് 3ാം പോളിംഗ് ഓഫീസർ കരുതണം. അങ്ങനെ ബണ്ടിലാക്കുന്ന വോട്ടേഴ്സ് സ്ലിപ്പ് സൂക്ഷിക്കാൻ ഒരു ചെറിയ കാർഡ്ബോർഡ് പെട്ടിയും കരുതിയാൽ നന്നായിരിക്കും. വോട്ടറുടെ വിരലിൽ മായാത്ത മഷി അടയാളം ഉണ്ടെന്നും 3ാം പോളിംഗ് ഓഫീസർ ഉറപ്പാക്കണം. അതിനുശേഷം കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം വോട്ടറോട് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പോയി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടണം. വോട്ട് രേഖപ്പെടുത്തുമ്പോഴുള്ള ബീപ്പ് ശബ്ദം കേൾക്കുന്നുണ്ടെന്നും കൺട്രോൾ യൂണിറ്റിൻ്റെ ബിസി ലാമ്പ്, ഒരു ചുമന്ന ലാമ്പുണ്ട്, അത് പ്രിസൈഡിംഗ് ഓഫീസർ നിങ്ങളെ കാണിക്കും, തലേന്ന് തന്നെ അണയുന്നുവെന്നും ശ്രദ്ധിക്കണം. മഷി പുരട്ടാൻ ചുമതലപ്പെട്ട 2ാം പോളിംഗ് ഉദ്യോഗസ്ഥൻ ആ മഷി താഴെ മറിയാതെ വെക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കുപ്പിയുടെ അടിഭാഗം മുറിച്ച് അതിൽ മണൽ നിറച്ചോ മണ്ണ് നിറച്ചോ അതിനകത്തേക്ക് ഈ ഇൻഡലിബിൾ ഇങ്കിൻ്റെ കുപ്പി തിരികെ വെച്ചാൽ മഷി പുരട്ടുന്ന സമയത്ത് ഈ മഷിക്കുപ്പി താഴെ വീഴാതെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരവും ആഹ്ലാദകരവും ആയ ഒരു ഇലക്ഷൻ 2026 ആശംസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ജയ് ഹിന്ദ്.